എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പറയാൻ പോകുന്നത് ഡീമൺ സ്ലെയറിൻ്റെ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ 152ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ 151 150 ഒക്കെ കണ്ടില്ലേ, നമ്മൾ പ്ലേലിസ്റ്റ് കയറി ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു നിർത്തിയത് ടാൻജിറോ തൻ്റെ അച്ഛനെക്കുറിച്ച് ആലോചിക്കുന്നതും അതുപോലെ തന്നെ അക്കാസനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അവൻ കാണുന്നതും വരെയായിരുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്കി നോക്കാം. 152ാമത്തെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ടാൻജിറോ അക്കാസനെ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ ചിന്തിക്കുന്നുണ്ട്, അവനെ അവൻ്റെ അച്ഛൻ പഠിപ്പിച്ച ട്രാൻസ്പെറൻറ്റ് വേൾഡിൽ എൻ്റർ ആയി കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്പീഡും മൂവ്മെൻറ്റും എല്ലാം ഡ്രമാറ്റിക്കലി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൻ്റെ എതിരാളിയുടെ ലെങ്സും ബ്ലഡ് വെസൽസിൻ്റെ കൺട്രാക്ഷനും മസിൽ ഫൈബേഴ്സും എല്ലാം അവന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന്. അടുത്ത പ്രാവശ്യം ബാറ്റിൽ സ്പിരിറ്റ് ക്ലോസ് ആക്കിയിട്ട് അവൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ അക്കാസേൻ്റെ തല നോക്കി വെട്ടാൻ പറ്റുമെന്നും അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അടുത്ത ഷോട്ടിൽ നമുക്ക് കാണാം ഗിയു അക്കാസേൻ്റെ നേരെ വാള് വീശുന്നുണ്ട്. പക്ഷെ അധികം പരിക്കുകളൊന്നും ഗിയുവിന് അക്കാസയ്ക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെയാണ് അവിടെ ഡാമേജ് പറ്റുന്നത്. അടുത്ത ഷോട്ട് ഗിയു ഡിസപ്പോയിന്റഡ് ആകുന്ന കാണാം. അവനിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇതൊക്കെയാണ് ഒരു ഫൈറ്റ് ഡിഫറൻസ്. അക്കാസയ്ക്ക് എൻ്റെ ഫൈറ്റ് ഫോംസുമായിട്ടെല്ലാം ഇപ്പം നല്ലപോലെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ പണിയിലേക്കാണ് പോകുന്നത്. ഈ അപ്പർ മൂൺ 3 അൺബിലീവബിൾ ആണ്. ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ച ഒരു ഡീമൻ. അടുത്ത ഷോട്ടിൽ നമുക്ക് കാണാം ഗിയു അക്കാസയും ഫേസ് ടു ഫേസ് ഇങ്ങനെ വരികയാണ്. അക്കാസ ഗിയുവിൻ്റെ ഒക്കെ പറയുന്നുണ്ട്, നിന്റെ വാട്ടർ ഫോംസ് എല്ലാം നീ യൂസ് ചെയ്ത് തീർത്ത ലക്ഷണമുണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നിന്റെ ഈ ഗിയു, ഞാൻ ഇപ്പം തന്നെ ഇത് തീർത്തേക്കാം. നീ ഇത്ര നേരം പിടിച്ചെന്ന് ഓർത്ത് ഞാൻ ശരിക്കും അമേസ് ആയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അക്കാസ ഗിയുവിനെ ഇടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ടാൻജിറോ വരണ്ട അവിടെ നിൽക്കുന്നത് നമുക്ക് കാണാം. ഗിയു വാളെടുത്ത് വീശുന്നത് നമുക്ക് കാണാം. അക്കാസന്റെ ഫിസ്റ്റിന്റെ ബാക്ക് കൊണ്ട് ആ വാള് തട്ടിയിട്ട് അത് നിഷ്പ്രയാസം അവരുടെ മുന്നിൽ വെച്ച് ഒടിച്ചു കളയുന്നുണ്ട്. ഞെട്ടിത്തെറിച്ച ഗിയു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് പോലും മനസ്സിലാക്കാതെ അന്തം വിട്ട് നിൽപ്പുണ്ട്. ഗിയു ചിന്തിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നേ? ഞാൻ എൻ്റെ വാള് വീശിയപ്പോൾ തന്നെ ഒരാൾക്കൊരു പഞ്ച് കൊണ്ട് ഇത് ഉടയ്ക്കാൻ പറ്റിയെന്നോ? പെട്ടെന്ന് തന്നെ നമുക്ക് കാണാം അക്കാസ ഫെയർവെൽ എന്ന് പറഞ്ഞുകൊണ്ട് ഗിയുവിൻ്റെ നെഞ്ചത്തേക്ക് കൈ ഇറക്കുകയാണ്. ഈ സീൻ കാണുമ്പോൾ നമുക്ക് രംഗോക്കുവിൻ്റെ ഒക്കെ പണ്ടത്തെ സീനായിരിക്കും ഓർമ്മ വരിക. നമ്മൾ പെട്ടെന്ന് ഞെട്ടിത്തെറിച്ചു പോകും. നമ്മൾ വിചാരിക്കും അക്കാസ ഗിയുവിനെ തീർത്തു എന്ന്. പക്ഷെ ഇതിനിടയ്ക്ക് ചെറിയൊരു സംഭവം നടന്നു. അത് വേറൊന്നുമല്ല, ഇതിൻ്റെ സെക്കൻഡുകൾക്ക് മുന്നേ ടാൻജിറോ വന്നിട്ട് നമ്മുടെ അക്കാസന്റെ കൈ വെട്ടിയ കൈയുടെ ഭാഗം ഗിയുവിൻ്റെ ദേഹത്തേക്ക് ചേർന്നിരുന്നതാണ് നമ്മളിവിടെ കണ്ടത്. തൊട്ടടുത്ത് തന്നെ നമുക്ക് ടാൻജിറോൻ്റെ ഒരു ഷോട്ട് കാണാം. അതൊരു ക്ലോസപ്പ് കണ്ണിൻ്റെ ഷോട്ടാണ്. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ടാൻജിറോൻ്റെ ഫേസിലും അപ്പിയറൻസിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടാൻജിറോനെ ഫുള്ളായി ഡിസ്കവർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം അവൻ്റെ രൂപത്തിലൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ടാൻജിറോനെ കണ്ട ഗിയു അത്ഭുതപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ടാൻജിറോ അവൻ്റെ കൈ അറ്റാക്കിന് തൊട്ടു മുന്നേ വെട്ടിയെന്നോ? അവൻ്റെ കണ്ണും മുടിയും ബ്രെത്തും എല്ലാം ഇപ്പോൾ വ്യത്യാസമായ പോലുണ്ട്. ടാൻജിറോ എന്നെ രക്ഷപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ചത്തേനെ. അക്കാസ ടാൻജിറോനെ വണ്ടടിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് അക്കാസയുടെ മൈൻഡിൽ വരുന്നുണ്ട്, എൻ്റെ ബോഡിയിലെ ഓരോ സെൽസും ഈ ചീളി ചെറുക്കനെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇത് കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. ഗിയു ഉടനെ തന്നെ വാളെടുത്ത് അക്കാസനെ വെട്ടാൻ വരുന്ന കാണാം. അക്കാസ തൻ്റെ കാലുകൾ ഉറപ്പിച്ച് ടെക്നിക് ഡിപ്ലോയ്മെന്റ് ഫൈനൽ ഫോം എടുത്തു. ഗിയു ചിന്തിക്കുന്നുണ്ട്, ഈ അറ്റാക്ക് വീണ്ടും ഫാസ്റ്ററായി കഴിഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ സ്ട്രോങ്ങറും. എനിക്കിത് മൊത്തം അബ്സർവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ടാൻജിറോനെ കാണാം. ടാൻജിറോ ചിന്തിക്കുന്നുണ്ട്, ഓ ഇതാണല്ലേ അച്ഛൻ പറഞ്ഞ പ്ലേസ്. നമുക്ക് കാണാം ടാൻജിറോ സീ ത്രൂ വേൾഡ് എന്ന് പറയുന്ന മാരക പവർ എടുത്തിരിക്കുകയാണ്. ഇതെന്താണ്? ഇത് ഭയങ്കര വിയേർഡായിട്ടുണ്ടല്ലോ. ടൈം ഭയങ്കര സ്ലോ ആയിട്ടാണ് മൂവ് ആവുന്നത്. അതോ ഓരോ മൂവ്മെന്റ് എനിക്ക് സ്ലോ ആയിട്ട് തോന്നുന്നതാണോ? തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാം ഗിയുവിനെ അക്കാസ ഒന്നാം തരമായിട്ട് ഹേർട്ടാക്കിയിട്ട് മൂലയ്ക്ക് എഴുതുകയാണ്. ഗിയു ചിന്തിക്കുന്നുണ്ട്, ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. ഇത് ജസ്റ്റ് റാൻഡം മൂവ്മെന്റ് പല സൈഡിൽ കൂടെ വരികയാണ്. അക്കാസ ഗിയുവിനോട് പറയുന്നുണ്ട്, നീ ഇംപ്രസീവ് ആണ്. നീ ജീവനോട് ഇരിക്കുന്നതിൽ എനിക്ക് വലിയ അത്ഭുതവും തോന്നുന്നില്ല. നീ ഞാൻ നടത്തിയ പല അറ്റാക്കുകളും ഡോട്ട് ചെയ്ത് മാറിയിട്ടുണ്ട്. വെറുതെ ടാൻജിറോനെ രംഗോക്കുനെന്നും പോലെ മരിക്കാതെ നീ അങ്ങ് ഡീമൺ ആയേക്ക്. ഗിയു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവനെന്ത് നോട്ടീസ് ചെയ്തിട്ടില്ല. ടാൻജിറോ അവന്റെ തൊട്ട് പുറകെ തന്നെ ഉണ്ട്. അവന്റെ പ്രസൻസ് എന്താ അവന് നോട്ട് ചെയ്യാൻ പറ്റാതെ? വെയിറ്റ്, ടാൻജിറോ നീ എങ്ങനെയല്ലോ അവനെ കൊല്ലേ. അവന്റെ തല നോക്കി തന്നെ വെട്ട്. ഇപ്പൊ നിന്നെ അവന് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. അതെ, തല. ഉടനെ തന്നെ ടാൻജിറോ അക്കാസ നിന്റെ തല വെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അക്കാസയുടെ നേർക്ക് നേരെ വരുവാണ്. അക്കാസന്റെ കൈ എടുത്ത് നല്ലപോലെ വീശുന്നുണ്ട്. ഗിയു ചിന്തിക്കുന്നുണ്ട്, ഇവൻ എന്ത് മോറോണാണ്. ഇവൻ എന്തിനാണ് പേര് വിളിച്ചോണ്ട് ഫൈറ്റ് ചെയ്യാൻ വന്നത്? അക്കാസ ചിന്തിക്കുന്നുണ്ട്, ഇവൻ ജീവനോടുണ്ടായിരുന്നോ? എങ്ങനെയാണ് അത്രയും ഫൈറ്റിനൊടുവിൽ ഇവൻ ജീവനോടിരിക്കുക? കുഴപ്പമില്ല, നീ എന്ത് അറ്റാക്ക് എടുത്താലും എന്റെ ഡിസ്ട്രാക്റ്റീവ് കോമ്പസ് അതെല്ലാം ഡിറ്റക്ട് ചെയ്യും. അവന്റെ ബാറ്റിൽ സ്പിരിറ്റ് എത്ര കൂടുതലാണോ അത്രയും തന്നെ എന്റെ കോമ്പസിന്റെ ഡിറ്റക്ഷനും കൂടുതലായിരിക്കും. എന്താണ് ഈ വിയേർഡായിട്ടുള്ള പ്രസൻസ്? ഇത് കണ്ടിട്ട് ഇവൻ ഡിഫറെന്റ് ആയിട്ടുള്ള ആളെ പോലെ ഉണ്ടല്ലോ. ഇവൻ ഒരു വിയേർഡായിട്ടുള്ള ആളാണ്. അവന്റെ ബാറ്റിൽ സ്പിരിറ്റ് എല്ലാം പോയി കഴിഞ്ഞിരിക്കുന്നു. അവനിപ്പോൾ ബാറ്റിൽ സ്പിരിറ്റേ ഇല്ല. അതിപ്പോൾ എൻ്റെ നേർക്ക് വരുന്നുണ്ട്. ടാൻജിറോ ഉടനെ തന്നെ ചാടിക്കറങ്ങി ഡാൻസ് ഓഫ് ദ ഫയർ ഗോഡ് സെറ്റിംഗ്സ് തന്നെ എടുത്തിട്ട് അക്കാസന്റെ തല നോക്കി വെട്ടുകയാണ്. ഗിയുവിനെയും അക്കാസനെ എല്ലാം ഒരുമിച്ച് അമ്പരപ്പിച്ചുകൊണ്ട് അക്കാസന്റെ തല നോക്കി ടാൻജിറോടെ വെട്ടുകയാണ്. ഇവിടെ വെച്ചാണ് നമ്മുടെ 152ാമത്തെ ചാപ്റ്റർ എൻഡ് ആകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണെന്ന് ജസ്റ്റ് സബ് ചെയ്യുക. അപ്പോൾ ബൈ.